അപ്പോ ഇന്ന് വൈകുന്നേരം വന്നൊരു വാർത്തയുണ്ട്. ഏറെ അമ്പരപ്പിച്ചൊരു വാർത്തയാണ്. കൊല്ലത്ത് നിന്ന് ചിതറയിൽ വാടക തർക്കത്തെ തുടർന്ന് ഉടമ വീട് തന്നെ ഇടിച്ചു നിരത്തി. താമസക്കാർ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കാത്തതാണ് വീട്ടുടമയെ പ്രകോപിപ്പിച്ചത്. 8 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന അബ്ദുൽ വാഹിദും ഭാര്യ സുഹറ ബീവിയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയപ്പോഴായിരുന്നു വീട് ഇടിച്ച് നിരത്തിയത്. സൂര്യഗായത്രി ചേരുന്നുണ്ട് ഈ വീട് ഇടിച്ചു നിരത്തിയ ചിതറയിൽ നിന്ന്. സൂര്യ, ഏറെ സങ്കടത്തോടു കൂടിയാണ് ആ വീട്ടിലെ താമസക്കാർ പറഞ്ഞത്. അവര് ഈ പരാതി നൽകാൻ നിരന്തരമുള്ള ഉടമയുടെ സമ്മർദ്ദം, ഇനി വാടക കൊടുക്കാത്ത പ്രശ്നമുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ അവരെ ഇറക്കി വിടാനായി ഈ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എലിയെ പേടി ചില്ലം ചുടുക എന്ന് പറയുന്ന തരത്തിൽ ആ വീട് അപ്പാടെ ഇടിച്ച് നിരത്തിക്കളഞ്ഞു. എന്താണ് ഇത്ര ഒരു കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയിലേക്ക് പോകാൻ ഉടമയെ പ്രേരിപ്പിച്ചത്? ഇത് സംബന്ധിച്ച് നേരത്തെ എന്തെങ്കിലും തർക്കമോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ അവിടെ? ഗോകുൽ, ഒരു കുടുംബത്തെ പെരുവഴിയിലാക്കിയിരിക്കുന്ന സംഭവമാണ് ചിതറയിൽ നടന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ വൃദ്ധ ദമ്പതികൾ, ഇവർ ഉടുക്കാൻ ഒരു തുണിയോ കഴിക്കാൻ ഭക്ഷണമോ പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയാതെ നിൽക്കുകയാണ്. 6 മാസം മുമ്പ് ഈ ഉടമകൾ വീട് ഒഴിഞ്ഞു പോകണം എന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ സാവകാശം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കേസ് കോടതി വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോടതിയിൽ എത്തുമ്പോൾ അത് പിന്നീട് ഇവർ സ്റ്റേ വാങ്ങുന്നുണ്ട്. ആ സ്റ്റേയിൽ ഇവർ ഇവിടെ തന്നെ താമസിക്കുന്നു. അതിൽ സാവകാശം കൊടുക്കുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ ഒന്നും ഈ ഉടമകളോട് ഈ വീടിനുള്ളിലേക്കോ ഈ പരിസരത്തേക്കോ വരരുത് എന്നുള്ള നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുണ്ട്. ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും ചിതറ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോടൊപ്പം സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് മറുവശത്ത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ സൈഡിലുള്ള തെങ്ങ്, ആ തെങ്ങ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മറിച്ച് വീടിന് മുകളിലേക്ക് ഇടുകയും അത് മാത്രമല്ല വീട് പൂർണ്ണമായിട്ടും ഇടിച്ചു നിരത്തിയ ഒരു അവസ്ഥയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ വരുമ്പോൾ ഈ ദമ്പതികൾ കാണുന്നത് എന്നുള്ളതാണ്. നിലവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്താണ് പറ്റിയത്? കൃത്യമായി പറഞ്ഞ എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം. എനിക്ക് കയറി കിടക്കടമില്ല, എങ്ങും പോകാറില്ല. ഞാൻ എത്രയും രൂപ ചെലവാക്കി ചെയ്തതാണ്. ഇന്ന് ഞാൻ ഈ ദയനീയ അവസ്ഥയിലാണ്. ഉടുത്തിരിക്കുന്ന ഉടുയൂണി അല്ലാതെ അന്നം പോലും കഴിക്കാൻ നിവർത്തിയില്ലാത്തൊരു കണ്ടീഷനിലാണ്. ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇന്നിപ്പോ എവിടെയെങ്കിലും പോവാൻ നിങ്ങൾക്ക് ഇടമുണ്ടോ? ഇന്നും ഒരിടം പോലും ഇല്ല, ആരുമില്ല, ആരോടും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അന്നന്ന് ഉപജീവിതം കഴിഞ്ഞിരിക്കുന്നേ. ഞങ്ങളെ കള്ളക്കേസി, ചാരായം, ശംഭു, പല സാധനങ്ങളും കൊണ്ടുവച്ച് ഇതിന്റെ ഓണർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അൻവറും ദിൽബറും. അവർക്ക് ചിതറേ കടകളുണ്ട്, സാമ്പത്തികമുണ്ട്. ഞങ്ങൾക്കിതൊന്നുമില്ല. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഗോകുൽ, ഇന്നിപ്പോൾ എവിടെ പോകണം എന്നറിയാതെ നിൽക്കുന്ന 2 പേരാണ് നമുക്ക് മുന്നിലുള്ളത്. അത് അവർക്ക് മാറി ഉടുക്കാൻ ഒരു തുണി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ വീട് പൂർണ്ണമായിട്ടും ഇടിച്ചു നിരത്തി. കഞ്ഞി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവേണ്ടി വന്നതെന്ന് പറയുന്നു. ആ കഞ്ഞിക്കലം ഉൾപ്പെടെ തകർന്നു കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ചായക്കട നടത്തുന്നവരാണ്. അവർക്കിനി എങ്ങോട്ട് പോകണം, ആര് സഹായം നൽകും? തീർച്ചയായിട്ടും ഒരു വഴിയും ഇല്ലാതാക്കി വഴിയാധാരമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. ചിതറയിൽ സംഭവിച്ചതാണ്. ആ വീട്ടുടമ ഇനി എന്ത് തർക്കമാണെങ്കിൽ പോലും മിനിമം അവരുടെ ഭക്ഷണത്തിനുള്ള ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമെങ്കിലും എടുത്ത് പുറത്തു വെച്ചിട്ടെങ്കിലും പൊളിച്ചു കളയാനുള്ള മനസ്സെങ്കിലും കാണിക്കണമായിരുന്നു. അങ്ങേയറ്റം വലിയ അക്രമമാണ് നടന്നത്. ഏതായാലും അവർക്ക് അനുകൂലമായ കോടതി വിധികളുണ്ട്. ഈ കുടിയിറക്കരുത്, അല്ലെങ്കിൽ താമസിക്കുന്ന വീടിൽ നിന്ന് ഇറക്കി വിടരുന്നതൊക്കെ അനുകൂലമായ കോടതി വിധി ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വിശദമായി തന്നെ വരും മണിക്കൂറുകളിൽ എത്തുകയും ചെയ്യാം. ഏതായാലും നമ്മുടെ നാട്ടിൽ ജപ്തി ഒറ്റ വീട് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നിന്ന് കുടിയിറക്കരുത്, ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്ന് ബാങ്കുകൾക്ക് പോലും നിർദ്ദേശം നൽകുന്ന നിയമനിർമ്മാണം നടത്തിയ നമ്മുടെ നാട്ടിലാണ് ഒരു സ്വകാര്യ വ്യക്തി അവരുടെ ഉടമസ്ഥതയിലുള്ള വീടാണെങ്കിൽ പോലും അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ ആ വീട് തന്നെ ഇടിച്ചു നിരത്തി കളയുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു മാറ്റിയെടുക്കാൻ ഒരു വസ്ത്രമോ ഇല്ലാതെ ആ 2 മനുഷ്യർ അവിടെ നിൽക്കുന്ന കാഴ്ച അങ്ങേയറ്റം ദയനീയമാണ്. ഏതായാലും ഇടപെടൽ ഉണ്ടാകട്ടെ, നിയമപരമായ നടപടികൾ ഉണ്ടാവട്ടെ, അവർക്ക് മാറി താമസിക്കാൻ സുരക്ഷിതമായ ഒരിടം കൂടി ഒരുക്കട്ടെ, ഭക്ഷണത്തിലുള്ള വക കൂടി ഇന്നത്തെ ദിവസം ഈ സങ്കടത്തിനിടയിലും ഒന്ന് വിശപ്പടക്കാൻ വെള്ളം കുടിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവട്ടെ അവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.